നമസ്കാരം, പി എസ് സി ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം. അപ്പൊ നമുക്ക് സമയം കളയേണ്ട ക്ലാസ്സിലേക്ക് പോവാം. 2014 മുതൽ 2024 വരെയുള്ള 10 വർഷത്തെ പി എസ് സി ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് ഈ ഭാഗം പഠിക്കാൻ ശ്രമിക്കുക. കേരള പി എസ് സി കേരള ഭൂമിശാസ്ത്ര മേഖലയിൽ നിന്നും ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും നദികളെ പറ്റിയും കായലിനെ പറ്റിയുമാണ് പഠിക്കാൻ പോകുന്നത്. കേരളത്തിലെ നദികളുമായി ബന്ധപ്പെട്ട് പ്രധാനമായും 7 ചോദ്യങ്ങളാണ് പി എസ് സി ചോദിച്ചിട്ടുള്ളത്. കേരളത്തിലെ നദികളുമായി ബന്ധപ്പെട്ട് പി എസ് സി 7 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. കേരളത്തിലെ നദികളുടെ എണ്ണം 44. കേരളത്തിലെ നദികളുടെ എണ്ണം എത്രയാണ്? 44 ആണ്. കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 41 ആണ്. കേരളത്തിലെ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 41 ആണ്. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 3 ആണ്. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം ചോദിച്ചാൽ അത് 3 ആണ്. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ ആണ്. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ ആണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ് ജില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണ്? കാസർഗോഡ് ജില്ലയാണ്. കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന നദികളുടെ എണ്ണം 12 ആണ്. കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? 12 ആണ്. 100 കിലോമീറ്ററിലധികം നീളമുള്ള കേരളത്തിലെ നദികളുടെ എണ്ണം 11 ആണ്. പഠിച്ചോളനെ, 100 കിലോമീറ്ററിലധികം നീളമുള്ള കേരളത്തിലെ നദികളുടെ എണ്ണം എത്രയാണ്? 11 ആണ്. കേരളത്തിലെ നദികളുടെ എണ്ണം 44. കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ 41. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ 3 ആണ്. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അത് കബനി, ഭവാനി, പാമ്പാർ ആണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ് ജില്ല. കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന നദികളുടെ എണ്ണം 12. 100 കിലോമീറ്ററിലധികം നീളമുള്ള കേരളത്തിലെ നദികളുടെ എണ്ണം ചോദിച്ചാൽ അത് 11 ആണ്. പഠിക്കുക. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് പെരിയാർ നദിയെ പറ്റിയാണ്. പെരിയാർ നദിയുമായി ബന്ധപ്പെട്ട് പി എസ് സി 13 ചോദ്യങ്ങളാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ 13 ചോദ്യങ്ങളും നമ്മൾ പഠിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം പെരിയാർ നദി. കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാർ നദി. കേരളത്തിലെ ഏറ്റവും വലിയ നദി എന്നറിയപ്പെടുന്നത് പെരിയാർ നദിയാണ്. പെരിയാർ നദിയുടെ നീളം 244 കിലോമീറ്റർ. പെരിയാർ നദിയുടെ നീളം എത്രയാണ്? 244 കിലോമീറ്റർ. പെരിയാറിന്റെ ഉത്ഭവസ്ഥാനം ശിവഗിരി മലകൾ. പെരിയാറിന്റെ ഉത്ഭവസ്ഥാനം ഏതാണ്? ശിവഗിരി മലകളാണ്. പെരിയാറിന്റെ ഉത്ഭവസ്ഥാനം ഏതാ സുഹൃത്തുക്കളെ? ശിവഗിരി മലകളാണ്. ശിവഗിരി മലകൾ എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ തമിഴ്നാട് സംസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ്. അതുകൂടി ഒന്ന് ഓർത്തു വെക്കുക. ചൂർണി എന്നും പൂർണ്ണ എന്നും അറിയപ്പെടുന്ന നദി പെരിയാർ നദി. ചൂർണി എന്നും പൂർണ്ണ എന്ന പേരിലും അറിയപ്പെടുന്ന നദി എന്ന് ചോദിച്ചാൽ അത് പെരിയാർ നദിയാണ്. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി പെരിയാർ നദി. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? അത് പെരിയാർ നദിയാണ്. ആലുവാപ്പുഴ എന്നും കാലടിപ്പുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദി പെരിയാർ നദിയാണ്. തെറ്റിപ്പോവല്ലേ. ആലുവാപ്പുഴ എന്നും കാലടിപ്പുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പെരിയാർ നദിയാണ്. പെരിയാർ നദി ഒഴുകുന്ന ജില്ലകൾ ഇടുക്കി, എറണാകുളം ജില്ല. പെരിയാർ ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? ഇടുക്കി, എറണാകുളം ജില്ലകളാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കേരളത്തിലെ ഏറ്റവും വലിയ നദി എന്നറിയപ്പെടുന്നത് പെരിയാർ. പെരിയാറിന്റെ നീളം 244 കിലോമീറ്റർ. പെരിയാറിന്റെ ഉത്ഭവസ്ഥാനം ശിവഗിരി മലകളാണ്. ശിവഗിരി മലകൾ തമിഴ്നാടിന്റെ ഭാഗമായാണ് സ്ഥിതി ചെയ്യുന്നത്. ചൂർണി എന്നും പൂർണ്ണ എന്നും അറിയപ്പെടുന്ന നദി പെരിയാർ നദി. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി പെരിയാർ നദി. ആലുവ പുഴ എന്നും കാലടിപ്പുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദി പെരിയാറാണ്. പെരിയാർ നദി ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? ഇടുക്കി, എറണാകുളം ജില്ലകൾ. പഠിക്കുക. ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി പെരിയാർ നദി. ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? പെരിയാർ നദിയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥാപിച്ചിരിക്കുന്ന നദി പെരിയാർ നദിയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥാപിച്ചിരിക്കുന്ന നദി എന്ന് ചോദിച്ചാൽ അത് പെരിയാർ നദിയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ചോദിച്ചു കഴിഞ്ഞാൽ അത് പെരിയാർ നദിയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ചോദിച്ചു കഴിഞ്ഞാൽ അത് പെരിയാർ നദിയാണ്. പെരിയാറിന്റെ പതനസ്ഥാനം ചോദിച്ചാൽ വേമ്പനാട് കായലാണ്. പഠിച്ചോളനെ, പെരിയാറിന്റെ പതനസ്ഥാനം വേമ്പനാട് കായലാണ്. പെരിയാറിൽ വെള്ളപ്പൊക്കമുണ്ടായ വർഷം AD 1341. ഈ പെരിയാറിലെ വെള്ളപ്പൊക്കത്തിൽ നശിക്കപ്പെട്ട തുറമുഖം എന്നറിയപ്പെടുന്ന ഏതാണ്? അത് കൊടുങ്ങല്ലൂർ തുറമുഖമാണ്. ഇവന് മറ്റൊരു പേരുണ്ട്, അതാണ് മുസിരിസ്. മറന്നു പോവല്ലേ. ഇനി കൊടുങ്ങല്ലൂർ തുറമുഖം എന്നായിരിക്കില്ല ചോദിക്കുന്ന പി എസ് സി, മുസിരിസ് തുറമുഖം എന്നായിരിക്കും. അതും ഒന്ന് തന്നെയാണ്. ശ്രദ്ധിക്കുക. പെരിയാറിൽ വെള്ളപ്പൊക്കമുണ്ടായ വർഷം ചോദിച്ചാൽ അത് AD 1341. ഈ AD 1341 വെള്ളപ്പൊക്കത്തിൽ നശിക്കപ്പെട്ട തുറമുഖം എന്ന് ചോദിച്ചാൽ അത് കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂർ തുറമുഖം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മുസിരിസ് എന്ന്. പെരിയാറിൽ 99 വെള്ളപ്പൊക്കമുണ്ടായ വർഷം 1924. പെരിയാറിലെ
തൊണ്ണൂറ്റി 9 വെള്ളപ്പൊക്കം ഉണ്ടായ വർഷം ചോദിച്ചാൽ 1924 പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി പെരിയാർ നദി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥാപിച്ചിരിക്കുന്ന നദി എന്ന് ചോദിച്ചാൽ അത് പെരിയാർ നദിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി പെരിയാർ നദിയാണ്. പെരിയാറിന്റെ പതനസ്ഥാനം വേമ്പനാട് കായലാണ്. പെരിയാറിൽ വെള്ളപ്പൊക്കം ഉണ്ടായ വർഷം AD 1341. ഈ AD 1341 വെള്ളപ്പൊക്കത്തിൽ നശിക്കപ്പെട്ട തുറമുഖം എന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ തുറമുഖമാണ്. കൊടുങ്ങല്ലൂർ തുറമുഖത്തിന്റെ മറ്റൊരു പേരാണ് മുസിരിസ് എന്ന്. പെരിയാറിൽ 99 വെള്ളപ്പൊക്കം ഉണ്ടായ വർഷം 1924 പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടതാണ് ഭാരതപ്പുഴ. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ നദി എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ നദി എന്നറിയപ്പെടുന്നത് ആരാണ്? ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴയുടെ നീളം 209 കിലോമീറ്റർ. ഭാരതപ്പുഴയുടെ നീളം എത്രയാ? 209 കിലോമീറ്റർ. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ആനമലകളാണ്. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ഏതാണ്? ആനമലകളാണ്. ഇത് തമിഴ്നാട് സംസ്ഥാനത്തിന്റെ ഭാഗമാണ്. ഓർത്തോളനെ, ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് ആനമലകളാണ്. ആനമലകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? അത് തമിഴ്നാടാണ്. ഭാരതപ്പുഴ ഒഴുകുന്ന കേരളത്തിലെ ജില്ലകൾ ചോദിച്ചാൽ പാലക്കാട്, തൃശ്ശൂര്, മലപ്പുറം. മറന്നുപോവല്ലേ. ഭാരതപ്പുഴ ഒഴുകുന്ന കേരളത്തിലെ ജില്ലകൾ ചോദിച്ചു കഴിഞ്ഞാല് പാലക്കാട്, തൃശ്ശൂര്, മലപ്പുറം. ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നത് പൊന്നാനിയിൽ വെച്ച്. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് പൊന്നാനിയിൽ വെച്ചാണ്. പേരാർ, ശോകനാശിനി പുഴ, നിള, പൊന്നാനിപ്പുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദി എന്ന് ചോദിച്ചാൽ അത് ഭാരതപ്പുഴയാണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറയുന്ന സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചു പഠിക്കുക. പേരാർ, ശോകനാശിനി പുഴ, നിള, പൊന്നാനിപ്പുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് MT വാസുദേവൻ നായരാണ്. നിള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതപ്പുഴ എന്ന് അറിയാലോ സുഹൃത്തുക്കളെ. അപ്പോൾ നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? MT വാസുദേവൻ നായരാണ്. നിളയുടെ കവി എന്നറിയപ്പെടുന്നത് P കുഞ്ഞിരാമൻ നായരാണ്. നിളയുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? P കുഞ്ഞിരാമൻ നായരാണ്. മലമ്പുഴ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ഭാരതപ്പുഴ. ഇമ്പോർട്ടന്റ് ആണ്. മലമ്പുഴ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ഭാരതപ്പുഴയാണ്. മിനി പമ്പ പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി എന്ന് ചോദിച്ചാൽ അത് ഭാരതപ്പുഴയാണ്. ഒത്തിരി സുഹൃത്തുക്കൾ തെറ്റിക്കുന്ന പോയിന്റ് ആണ്, പഠിച്ചോളനെ. മിനി പമ്പ പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി എന്ന് ചോദിച്ചാൽ അത് ഭാരതപ്പുഴയാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ട 10 ചോദ്യങ്ങളാണ് സ്ഥിരമായി PSC പ്രീവിയസ് ആയി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അത് ഓരോന്നും നോക്കാം. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ നദി എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ നീളം 209 കിലോമീറ്റർ. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ആനമലകളാണ്. ആനമലകൾ ഏത് സംസ്ഥാനത്തിന്റെ ഭാഗമാ? തമിഴ്നാട് സംസ്ഥാനത്തിന്റെ ഭാഗമാണ്. ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകൾ പാലക്കാട്, തൃശ്ശൂര്, മലപ്പുറം ജില്ലകൾ. ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നത് പൊന്നാനിയിൽ വെച്ചാണ്. പേരാർ, ശോകനാശിനിപ്പുഴ, നിള, പൊന്നാനിപ്പുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ആരാണ്? ഭാരതപ്പുഴയാണ്. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് MT വാസുദേവൻ നായർ. നിളയുടെ കവി എന്നറിയപ്പെടുന്നത് P കുഞ്ഞിരാമൻ നായരുമാണ്. മലമ്പുഴ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ഭാരതപ്പുഴ. മിനി പമ്പ പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ഭാരതപ്പുഴയാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് പമ്പാ നദി. പമ്പാ നദിയുമായി ബന്ധപ്പെട്ട് PSC ഏകദേശം 10ഓളം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. പമ്പാ നദി കേരളത്തിലെ നീളം കൂടിയ 3ാമത്തെ നദി എന്നറിയപ്പെടുന്നത് ആരാണ്? പമ്പയാണ്. പമ്പാ നദിയുടെ ഉത്ഭവസ്ഥാനം പുളിച്ചിമല. പഠിച്ചോളനെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പമ്പാ നദിയുടെ ഉത്ഭവസ്ഥാനം എന്നറിയപ്പെടുന്നത് പുളിച്ചിമലകളാണ്. പമ്പാ നദിയുടെ പതനസ്ഥാനം വേമ്പനാട് കായലാണ്. പമ്പാ നദിയുടെ പതനസ്ഥാനം ഏതാണ്? വേമ്പനാട് കായലാണ്. പമ്പാ നദി ഒഴുകുന്ന ജില്ലകൾ പത്തനംതിട്ട ജില്ല, ഇടുക്കി ജില്ല, ആലപ്പുഴ ജില്ല. മറന്നുപോവല്ലേ. പമ്പാ നദി ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? പത്തനംതിട്ട ജില്ല, ഇടുക്കി ജില്ല, ആലപ്പുഴ ജില്ല. സുഹൃത്തുക്കൾ പലരും ഇടുക്കി ജില്ല വിട്ടുപോകും, അതുകൊണ്ട് ഒന്നുകൂടി പറയാം. പമ്പാ നദി ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാ? പത്തനംതിട്ട ജില്ല, ഇടുക്കി ജില്ല, ആലപ്പുഴ ജില്ല. ദക്ഷിണ ഭഗീരഥി എന്നും ബാരിസ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദി എന്ന് ചോദിച്ചാൽ അത് പമ്പാ നദിയാണ്. ദക്ഷിണ ഭഗീരഥി എന്നും ബാരിസ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദി എന്ന് ചോദിച്ചാൽ അത് പമ്പാ നദിയാണ്. തിരുവിതാംകൂറിന്റെ ജീവനാഡി അല്ലെങ്കിൽ ജീവരേഖ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദി എന്ന് ചോദിച്ചാൽ അത് പമ്പാ നദിയാണ്. പഠിച്ചോളണേ. തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്നും ജീവരേഖ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദി എന്ന് ചോദിച്ചാൽ അത് പമ്പാ നദിയാണ്. പമ്പാ നദിയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാട്. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യമാണ്. പമ്പാ നദിയുടെ ദാനം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? അത് കുട്ടനാടാണ്.
മാരമൺ കൺവെൻഷൻ, ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം എന്നിവ നടക്കുന്ന നദീതീരം എന്ന് ചോദിച്ചാൽ അത് പമ്പ നദീതീരമാണ്. പഠിച്ചോളണേ. മാരമൺ കൺവെൻഷൻ, ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം എന്നിവ നടക്കുന്ന നദീതീരം ഏതാണ്? അത് പമ്പ നദീതീരമാണ്. പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി പമ്പ നദി. ഇമ്പോർട്ടന്റ് പോയിന്റ് പഠിക്കുക. പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? അത് പമ്പ നദിയാണ്. ആറന്മുള വള്ളംകളി, ചമ്പക്കുളം വള്ളംകളി, നീരേറ്റുപുറം വള്ളംകളി എന്നിവ നടക്കുന്നത് പമ്പ നദിയാണ്. ആറന്മുള വള്ളംകളി, ചമ്പക്കുളം വള്ളംകളി, നീരേറ്റുപുറം വള്ളംകളി എന്നിവ നടക്കുന്നത് പമ്പ നദിയിലാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. പമ്പ നദിയുമായി ബന്ധപ്പെട്ട 10 പോയിന്റ്സ് PSC പ്രീവിയസ് ആയി ചോദിക്കുന്നുണ്ട്. അവ നമുക്ക് ഓരോന്നായി പഠിക്കാം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ 3ാമത്തെ നദി എന്നറിയപ്പെടുന്നത് പമ്പയാണ്. പമ്പ നദിയുടെ ഉത്ഭവസ്ഥാനം പുളിച്ചിമലയാണ്. പമ്പാ നദിയുടെ പതനസ്ഥാനം എന്നറിയപ്പെടുന്നത് വേമ്പനാട് കായലാണ്. പമ്പാ നദി ഒഴുകുന്ന ജില്ലകൾ ചോദിച്ചാൽ പത്തനംതിട്ട, ഇടുക്കി ജില്ല, ആലപ്പുഴ ജില്ല, ഇടുക്കി ജില്ല അണ്ടർലൈൻ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ദക്ഷിണ ഭഗീരഥി എന്നും ബാരിസ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദി പമ്പാ നദിയാണ്. തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്നറിയപ്പെടുന്ന നദി പമ്പാ നദി. പമ്പാ നദിയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. മാരമൺ കൺവെൻഷൻ, ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം നടക്കുന്ന നദീതീരം ചോദിച്ചാൽ അത് പമ്പാ നദീതീരമാണ്. പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? പമ്പ നദിയാണ്. ആറന്മുള വള്ളംകളി, ചെമ്പക്കുളം വള്ളംകളി, നീരേറ്റുപുറം വള്ളംകളി എന്നിവ നടക്കുന്നത് പമ്പ നദിയിലാണ്. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടതാണ് ചാലിയാർ. ചാലിയാറുമായി ബന്ധപ്പെട്ട 8 ചോദ്യങ്ങളാണ് PSC പ്രീവിയസ് ആയി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ 8 ചോദ്യങ്ങൾ നമ്മൾ പഠിക്കണം. ചാലിയാർ കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ 4ാമത്തെ നദി എന്നറിയപ്പെടുന്നത് ചാലിയാർ ആണ്. കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ 4ാമത്തെ നദി എന്നറിയപ്പെടുന്നത് ചാലിയാർ ആണ്. ചാലിയാർ നദിയുടെ ആകെ നീളം 169 കിലോമീറ്റർ. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. ചാലിയാർ നദിയുടെ ആകെ നീളം എന്ന് പറയുന്നത് 169 കിലോമീറ്റർ ആണ്. ചാലിയാർ നദിയുടെ ഉത്ഭവസ്ഥാനം ഇളമ്പലേരി കുന്നുകൾ. ചാലിയാർ നദിയുടെ ഉത്ഭവസ്ഥാനം ഏതാണ്? ഇളമ്പലേരി കുന്നുകളാണ്. ബേപ്പൂർ പുഴ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ചാലിയാർ ആണ്. തെറ്റിപ്പോവരുത്, ഇമ്പോർട്ടന്റ് ആണ്. സുഹൃത്തുക്കൾ അണ്ടർലൈൻ ചെയ്ത് പഠിച്ചോളനെ. ബേപ്പൂർ പുഴ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി എന്ന് ചോദിച്ചാൽ അത് ചാലിയാർ ആണ്. ചാലിയാർ നദി ഒഴുകുന്ന ജില്ലകൾ വയനാട്, മലപ്പുറം, കോഴിക്കോട്. ചാലിയാർ നദി ഒഴുകുന്ന ജില്ലകൾ ഏതാണ്? വയനാട്, മലപ്പുറം, കോഴിക്കോട്. ഇതിൽ വയനാട് അണ്ടർലൈൻ ചെയ്ത് പഠിച്ചോളനെ. മിക്കുള്ള സുഹൃത്തുക്കളും തെറ്റിക്കുന്ന പോയിന്റ് ആണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. ചാലിയാർ നദി ഒഴുകുന്ന ജില്ലകൾ ചോദിച്ചാല് വയനാട്, മലപ്പുറം, കോഴിക്കോട്. നിലമ്പൂർ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ചാലിയാർ ആണ്. പഠിച്ചോളനെ. നിലമ്പൂർ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി എന്നറിയപ്പെടുന്നത് ചാലിയാർ ആണ്. വായു ജലമലിനീകരണത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ ലഹള എന്നറിയപ്പെടുന്നത് ചാലിയാർ ലഹള. വായു ജലമലിനീകരണത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ ലഹള എന്നറിയപ്പെടുന്നത് ചാലിയാർ ലഹള. ചാലിയാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് KA റഹ്മാനാണ്. പഠിച്ചോളനെ. ചാലിയാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തിത്വമാരാണ്? KA റഹ്മാനാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ 4ാമത്തെ നദി എന്നറിയപ്പെടുന്നത് ചാലിയാർ ആണ്. ചാലിയാർ നദിയുടെ ആകെ നീളം 169 കിലോമീറ്റർ. ചാലിയാർ നദിയുടെ ഉത്ഭവസ്ഥാനം ഇളമ്പലേരി കുന്നുകൾ. ബേപ്പൂർ പുഴ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ചാലിയാർ ആണ്. ചാലിയാർ നദി ഒഴുകുന്ന ജില്ല വയനാട്, മലപ്പുറം, കോഴിക്കോട്. വയനാട് അണ്ടർലൈൻ ചെയ്ത് പഠിക്കാൻ സുഹൃത്തുക്കളെ ശ്രമിക്കുക. നിലമ്പൂർ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി എന്നറിയപ്പെടുന്നത് ചാലിയാർ ആണ്. വായു ജലമലിനീകരണത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ ലഹള എന്നറിയപ്പെടുന്നത് ചാലിയാർ ലഹളയാണ്. ചാലിയാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തിത്വം ആരാണ്? KA റഹ്മാനാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടതാണ് ചാലക്കുടിപ്പുഴ. ചാലക്കുടിപ്പുഴയുമായി ബന്ധപ്പെട്ട 8ഓളം ചോദ്യങ്ങൾ PSC ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ചാലക്കുടിപ്പുഴ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ 5ാമത്തെ നദി എന്നറിയപ്പെടുന്നത് ചാലക്കുടിപ്പുഴ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ 5ാമത്തെ നദി എന്നറിയപ്പെടുന്നത് ചാലക്കുടിപ്പുഴ. ചാലക്കുടിപ്പുഴയുടെ ആകെ നീളം 145.5 കിലോമീറ്റർ ആണ്. ചാലക്കുടിപ്പുഴയുടെ ആകെ നീളം എത്രയാ? 145.5 കിലോമീറ്റർ ആണ്. ചാലക്കുടിപ്പുഴ ഉത്ഭവിക്കുന്നത് ആനമലകളിൽ നിന്നുമാണ്. പഠിച്ചോളനെ. ചാലക്കുടിപ്പുഴ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ആനമലകളിൽ നിന്നുമാണ്. ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദി ചാലക്കുടിപ്പുഴ. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. പഠിച്ചോളനെ. ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദി എന്നറിയപ്പെടുന്നത് ചാലക്കുടിപ്പുഴയാണ്. ഇനി ജൈവ വൈവിധ്യം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ PSC ചോദിക്കാം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദി എന്ന് ചോദിച്ചാൽ അതും ചാലക്കുടിപ്പുഴ തന്നെ കേട്ടോ. അതായത് ഒരു നദിയിലെ ജൈവ വൈവിധ്യം എന്ന് പറഞ്ഞാൽ ഈ മത്സ്യങ്ങളെല്ലാം വരും. അപ്പോൾ ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദി എന്ന് പറഞ്ഞാൽ ചാലക്കുടിപ്പുഴ. അതിനുശേഷം PSC ഒന്ന് ക്വസ്റ്റ്യൻ മാറ്റിയിട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദി എന്നാണ് ചോദിച്ചത്. അതും ആര് തന്നെയാ? ചാലക്കുടിപ്പുഴ തന്നെയാണ്.
പെരിങ്ങൽകുത്ത് ഷോളയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ചാലക്കുടി പുഴ. പെരിങ്ങൽകുത്ത് ഷോളയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ചാലക്കുടി പുഴയാണ്. കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം സ്ഥിതി ചെയ്യുന്ന നദി ചാലക്കുടി പുഴ. കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം സ്ഥിതി ചെയ്യുന്ന നദി എന്ന് ചോദിച്ചാൽ അത് ചാലക്കുടി പുഴയാണ്. കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം ഏതാണ്? വൈന്തല തടാകമാണ്. ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളേ. കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം ഏതാണ്? അത് വൈന്തല തടാകമാണ്. തുമ്പൂർ മൂഴി ഡാം സ്ഥിതി ചെയ്യുന്ന നദി ചാലക്കുടി പുഴ. പഠിച്ചോളേ, തുമ്പൂർ മൂഴി ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? അതും ചാലക്കുടി പുഴയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ 5ാമത്തെ നദി എന്നറിയപ്പെടുന്നത് ചാലക്കുടി പുഴ. ചാലക്കുടി പുഴയുടെ ആകെ നീളം 145.5 കിലോമീറ്റർ ആണ്. ചാലക്കുടി പുഴ ഉത്ഭവിക്കുന്നത് ആനമലകളിൽ നിന്നും. ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദി എന്നറിയപ്പെടുന്നത് ചാലക്കുടി പുഴ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള കേരളത്തിലെ നദി എന്ന് ചോദിച്ചാൽ അതും ചാലക്കുടി പുഴയാണ്. പെരിങ്ങൽകുത്ത് ഷോളയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ചാലക്കുടി പുഴ. കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം സ്ഥിതി ചെയ്യുന്ന നദി ചാലക്കുടി പുഴ. കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകമാണ് വൈന്തല തടാകം. തുമ്പൂർ മൂഴി ഡാം സ്ഥിതി ചെയ്യുന്ന നദി ചാലക്കുടി പുഴ. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടതാണ് മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രധാനപ്പെട്ട 5 ചോദ്യങ്ങൾ മഞ്ചേശ്വരം പുഴയുമായി ബന്ധപ്പെട്ട് PSC പ്രീവിയസ് ആയി ചോദിക്കുന്നുണ്ട്. അവ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി എന്നറിയപ്പെടുന്നത് മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി എന്നറിയപ്പെടുന്നത് മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴയുടെ നീളം 16 കിലോമീറ്റർ. മഞ്ചേശ്വരം പുഴയുടെ നീളം എത്രയാ? 16 കിലോമീറ്റർ ആണ്. മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്നത് ബാലെപ്പൂണി മലനിരകളിൽ നിന്നും. മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്നത് എവിടെയാണ്? ബാലെപ്പൂണി മലനിരകളിൽ നിന്നും. മഞ്ചേശ്വരം പുഴയുടെ പതനസ്ഥാനം ചോദിച്ചാൽ അത് ഉപ്പളക്കായലാണ്. മഞ്ചേശ്വരം പുഴയുടെ പതനസ്ഥാനം ചോദിച്ചാൽ അത് ഉപ്പളക്കായലാണ്. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി എന്നറിയപ്പെടുന്നത് മഞ്ചേശ്വരം പുഴയാണ്. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി എന്നറിയപ്പെടുന്നത് മഞ്ചേശ്വരം പുഴയാണ്. അതിനോടൊപ്പം 2 പോയിന്റുകൂടെ സുഹൃത്തുക്കൾ ഓർത്തു വെക്കുക. മഞ്ചേശ്വരം പുഴ ഒഴുകുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് കാസർഗോഡ് ജില്ല. മഞ്ചേശ്വരം പുഴ ഒഴുകുന്ന ജില്ല എന്ന് ചോദിച്ചാൽ അത് കാസർഗോഡ് ജില്ലയാണ്. അതിനോടൊപ്പം തന്നെ പഠിക്കേണ്ട മറ്റൊരു പോയിന്റ് കൂടിയുണ്ട്. അതായത് തലപ്പാടിപ്പുഴ എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആരാ? നമ്മുടെ മഞ്ചേശ്വരം പുഴയാണ്. തലപ്പാടിപ്പുഴ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? നമ്മുടെ മഞ്ചേശ്വരം പുഴയാണ്. ഈ പോയിന്റിലൂടെ സുഹൃത്തുക്കൾ ഒന്ന് ഓർത്തു വെക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. മഞ്ചേശ്വരം പുഴയുമായി ബന്ധപ്പെട്ട് 5 പോയിന്റുകളാണ് PSC ചോദിക്കാറുള്ളത്. കേരളത്തിൽ ഏറ്റവും നീളം കുറഞ്ഞ നദി എന്ന് ചോദിച്ചാൽ അത് മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴയുടെ നീളം 16 കിലോമീറ്റർ. മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്നത് ബാലെപ്പൂണി മലനിരകളിൽ നിന്നും. മഞ്ചേശ്വരം പുഴയുടെ പതനസ്ഥാനം ഉപ്പളക്കായൽ. കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തുള്ള നദി എന്നറിയപ്പെടുന്നത് മഞ്ചേശ്വരം പുഴയാണ്. അതിനോടൊപ്പം 2 പ്രധാനപ്പെട്ട പോയിന്റ് കൂടി നമ്മൾ പഠിച്ചു വെക്കണം. മഞ്ചേശ്വരം പുഴ ഒഴുകുന്ന ജില്ല ചോദിച്ചാൽ കാസർഗോഡ് ജില്ലയാണ്. അതുപോലെ തലപ്പാടിപ്പുഴ എന്ന പേരിൽ അറിയപ്പെടുന്നത് മഞ്ചേശ്വരം പുഴയാണ്. തലപ്പാടിപ്പുഴ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? അതും മഞ്ചേശ്വരം പുഴയാണ്. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടതാണ് നെയ്യാർ. നെയ്യാർ നദിയുമായി ബന്ധപ്പെട്ട ഏകദേശം 4ഓളം ചോദ്യങ്ങൾ PSC പ്രീവിയസ് ആയി ചോദിക്കാറുണ്ട്. അവ ഏതെന്ന് നമുക്ക് നോക്കാം. നെയ്യാർ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ നദി നെയ്യാർ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ നദി ഏതാണ്? നെയ്യാറാണ്. നെയ്യാറിന്റെ ഉത്ഭവം അഗസ്ത്യമലകളിൽ നിന്നും. നെയ്യാറിന്റെ ഉത്ഭവം അഗസ്ത്യമലകളിൽ നിന്നുമാണ്. നെയ്യാറിന്റെ പോഷക നദികളാണ് കല്ലാറ്, കരവല്ലിയാറ്. പഠിച്ചോളണേ, നെയ്യാറിന്റെ പ്രധാന പോഷക നദികളാണ് കല്ലാറും അതുപോലെ തന്നെ കരവല്ലിയാറും. അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്ന നദി എന്ന് ചോദിച്ചാൽ അത് നെയ്യാറാണ്. PSC ഇവിടെ നിന്ന് ചോദിക്കുന്നത് ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് ഏതു നദിയുടെ തീരത്ത് വെച്ചാണെന്നാണ് ചോദിക്കുന്നത്. ഉത്തരം ഏതാണ്? അത് നെയ്യാറാണ്. അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത് അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താ? നെയ്യാറിന്റെ തീരത്താണ്. പഠിച്ചോളെ സുഹൃത്തുക്കളെ, ഇമ്പോർട്ടന്റ് ആണ്. ഒന്നുകൂടി പറയാൻ ശ്രദ്ധിക്കുക. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി എന്ന് ചോദിച്ചാൽ അത് നെയ്യാറാണ്. നെയ്യാറിന്റെ ഉത്ഭവം അഗസ്ത്യമലകളിൽ നിന്നുമാണ്. നെയ്യാറിന്റെ പോഷക നദികളാണ് കല്ലാറും കരവല്ലിയാറും. അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരമാണെന്ന് ചോദിച്ചാൽ അത് നെയ്യാറിന്റെ തീരത്താണ്. PSC ചോദിക്കുന്നത് ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് ഏത് നദിയുടെ തീരത്തെന്ന് ചോദിച്ചാൽ അത് നെയ്യാറിന്റെ തീരത്താണ്. ഇനി നെയ്യാർ ഒഴുകുന്ന ജില്ല എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം സുഹൃത്തുക്കളെ, അത് തിരുവനന്തപുരം ജില്ലയാണ്. നെയ്യാർ ഒഴുകുന്ന ജില്ല എന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരം ജില്ലയാണ്. പഠിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് കിഴക്കോട്ടൊഴുകുന്ന നദികളുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. കിഴക്കോട്ടൊഴുകുന്ന നദികൾ. ആദ്യമായി നമുക്ക് പഠിക്കേണ്ടത് കബനി നദിയാണ്. കബനി നദിയിൽ നിന്നും സ്ഥിരം PSC ചോദിക്കുന്ന 6 ചോദ്യങ്ങൾ ഏതെന്ന് നമുക്ക് നോക്കാം. കബനി നദി. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി എന്നറിയപ്പെടുന്നത് കബനി നദി. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി എന്നറിയപ്പെടുന്നത് കബനി നദി. കബനി നദി ഒഴുകുന്ന ജില്ല വയനാട് ജില്ല. കബനി നദി ഒഴുകുന്ന ജില്ല ഏതാ?
വയനാട് ജില്ല. കപില എന്ന പേരിൽ അറിയപ്പെടുന്ന നദി എന്ന് ചോദിച്ചാൽ അത് കബനി നദിയാണ്. ഇമ്പോർട്ടന്റ് ആണ്. കപില എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? അത് കബനി നദിയാണ്. കബനി നദി ഏത് നദിയുടെ പോഷക നദിയാ സുഹൃത്തുക്കളെ? കാവേരി നദിയുടെ പോഷക നദിയാണ്. കബനി നദി ഏത് നദിയുടെ പോഷക നദിയാണ്? കാവേരി നദിയുടെ പോഷക നദിയാണ്. ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി കബനി നദി. ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? അത് കബനി നദിയാണ്. അതുപോലെ കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി കബനി നദി. ഇമ്പോർട്ടന്റ് ആണ്. കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? അത് കബനി നദിയാണ്. കേരളത്തിൽ നിന്നും ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന ഏക നദി എന്നറിയപ്പെടുന്നത് കബനി നദിയാണ്. കൺഫ്യൂഷൻ ഉണ്ടാവല്ലേ. കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന ഏക നദി എന്ന് ചോദിച്ചാൽ കബനി നദിയാണ്. സ്വാഭാവികമായിട്ടും സുഹൃത്തുക്കൾക്ക് ഉണ്ടാവുന്ന സംശയമായിരിക്കും, അങ്ങനെയെങ്കിൽ ഭവാനിയും അതുപോലെ പാമ്പാറും ഒക്കെ ഈ പറയുന്ന കർണാടകത്തിലേക്ക് ഒഴുകുന്നില്ല എന്ന്. ഇല്ല, അവര് കർണാടകത്തിലേക്ക് ഒഴുകുന്നില്ല. അവർ ഈ പറയുന്ന കാവേരി നദിയുടെ പോഷക നദി തന്നെയാണ്. പക്ഷെ അവരെല്ലാവരും തമിഴ്നാടിന്റെ ഭാഗമായിട്ട് വന്നിട്ടാണ് കാവേരി നദിയിൽ ചേരുന്നത്. എന്നാൽ നമ്മുടെ കബനി നദി മാത്രമാണ് കർണാടകത്തിലേക്ക് ഒഴുകി ചെന്നിട്ട് അവിടെ നിന്ന് ആരുമായിട്ട് ചേരുന്നു? കാവേരി നദിയുമായിട്ട് ചേരുന്നത്. അതൊന്ന് കൺഫ്യൂഷൻ മാറ്റാനായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി എന്നറിയപ്പെടുന്നത് കബനി നദിയാണ്. കബനി നദി ഒഴുകുന്ന ജില്ല ചോദിച്ചാൽ വയനാട് ജില്ല. കപില എന്ന പേരിൽ അറിയപ്പെടുന്ന നദി കബനി നദി. കബനി നദി ഏത് നദിയുടെ പോഷക നദിയാണെന്ന് ചോദിച്ചാൽ കാവേരി നദിയുടെ പോഷക നദിയാണ്. ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി കബനി നദി. കേരളത്തിൽ ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന ഏക നദി എന്നറിയപ്പെടുന്നത് കബനി നദിയാണ്. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടതാണ് ഭവാനി നദി. ഭവാനി നദിയുമായി ബന്ധപ്പെട്ട 4 ചോദ്യങ്ങളാണ് PSC പ്രീവിയസ് ആയി ചോദിക്കുന്നത്. നമുക്ക് നോക്കാം ഭവാനി നദി. ഭവാനി നദി ഒഴുകുന്ന ജില്ല പാലക്കാട് ജില്ല. ഭവാനി നദി ഒഴുകുന്ന ജില്ല പാലക്കാട് ജില്ല. ശിരുവാണിപ്പുഴ ഏത് നദിയുടെ പോഷക നദിയാണെന്ന് ചോദിച്ചാൽ അത് ഭവാനിപ്പുഴയുടെ പോഷക നദിയാണ്. ശിരുവാണിപ്പുഴ ഏത് നദിയുടെ പോഷക നദിയാണെന്ന് ചോദിച്ചാൽ അത് ഭവാനിപ്പുഴയുടെ പോഷക നദിയാണ്. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി എന്നറിയപ്പെടുന്നത് ശിരുവാണിപ്പുഴ. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി എന്നറിയപ്പെടുന്നത് ഏതാണ്? ശിരുവാണിപ്പുഴയാണ്. മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്ന നദി ഭവാനിപ്പുഴ. ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ PSC ചോദിക്കാറുണ്ട്, മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്ന നദി എന്ന് ചോദിച്ചാൽ അത് ഭവാനിപ്പുഴയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ഭവാനിപ്പുഴയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഭവാനി നദി അല്ലെങ്കിൽ പുഴ ഒഴുകുന്ന ജില്ല ചോദിച്ചാൽ പാലക്കാട് ജില്ല. ശിരുവാണിപ്പുഴ ഏത് നദിയുടെ പോഷക നദിയാണെന്ന് ചോദിച്ചാൽ അത് ഭവാനിപ്പുഴയുടേതാണ്. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി എന്നറിയപ്പെടുന്നത് ശിരുവാണിപ്പുഴ. മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്ന നദി ഭവാനിപ്പുഴയാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് നോക്കാനുള്ളതാണ് പാമ്പാർ നദിയെ പറ്റി. പാമ്പാർ നദിയുമായി ബന്ധപ്പെട്ട ഏകദേശം 6ഓളം ചോദ്യങ്ങൾ PSC പ്രീവിയസ് ആയി ചോദിക്കാറുണ്ട്. അത് 6 നമ്മൾ പഠിച്ചു വെക്കണം, അത്രയും ഇമ്പോർട്ടന്റ് ആണ് പാമ്പാർ. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി പാമ്പാർ. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ് സുഹൃത്തുക്കളെ? പാമ്പാറാണ്. കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും ചെറിയ നദി എന്നറിയപ്പെടുന്നത് പാമ്പാറാണ്. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും ചെറിയ നദി എന്നറിയപ്പെടുന്നത് ആരാണ്? പാമ്പാറാണ്. തലയാർ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി എന്ന് ചോദിച്ചാൽ അത് പാമ്പാറാണ്. ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ തെറ്റിക്കുന്ന പോയിന്റ് ആണ്. തലയാർ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി എന്ന് ചോദിച്ചാൽ അത് പാമ്പാറാണ്, അല്ലാതെ പമ്പ നദിയല്ല. പലരും പമ്പ നദി എന്ന് എഴുതിയിട്ട് ഉത്തരം തെറ്റിക്കാറുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിച്ചോളുക. തലയാർ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? അത് പാമ്പാറാണ്. പാമ്പാർ ഒഴുകുന്ന ജില്ല ഇടുക്കി ജില്ല. പാമ്പാർ ഒഴുകുന്ന ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ്. തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ചോദിച്ചാൽ അത് പാമ്പാറാണ്. തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി പാമ്പാറാണ്. മറയൂർ ചന്ദനക്കാട്ടിലൂടെ ഒഴുകുന്ന നദി പാമ്പാറാണ്. മറയൂർ ചന്ദനക്കാട്ടിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? അത് പാമ്പാറാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി പാമ്പാറാണ്. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും ചെറിയ നദി എന്നറിയപ്പെടുന്നത് പാമ്പാറാണ്. തലയാർ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി പാമ്പാറാണ്. പാമ്പാർ ഒഴുകുന്ന ജില്ല ഇടുക്കി ജില്ല. തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി പാമ്പാറാണ്. മറയൂർ ചന്ദനക്കാട്ടിലൂടെ ഒഴുകുന്ന നദി എന്ന് ചോദിച്ചാൽ അത് പാമ്പാറാണ്. ഇനി നമുക്ക് മറ്റു നദികളെ പറ്റിയാണ് നോക്കാനുള്ളത്. കേരളത്തിന്റെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി മയ്യഴിപ്പുഴ. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളനെ. കേരളത്തിന്റെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? മയ്യഴിപ്പുഴയാണ്. മയ്യഴിപ്പുഴ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മാഹിപ്പുഴ. മയ്യഴിപ്പുഴ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താ സുഹൃത്തുക്കളെ? മാഹിപ്പുഴ എന്നാണ്. തിരുനെല്ലി ശിവക്ഷേത്രം ഏത് നദിയുടെ തീരത്താണ്? പാപനാശിനി പുഴയുടെ തീരത്ത്. തിരുനെല്ലി ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്തെന്ന് ചോദിച്ചാൽ അത് പാപനാശിനി പുഴയുടെ തീരത്താണ്. കാസർഗോഡ് ജില്ലയെ U ആകൃതിയിൽ ചുറ്റിയൊഴുകുന്ന നദി ചന്ദ്രഗിരി പുഴയാണ്. കാസർഗോഡ് ജില്ലയെ U ആകൃതിയിൽ ചുറ്റിയൊഴുകുന്ന പുഴ ഏതാണ്? അത് ചന്ദ്രഗിരി പുഴയാണ്.
പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി കല്ലടയാറാണ്. പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? അത് കല്ലടയാറാണ്. ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ചോദിച്ചാൽ അത് അഞ്ചരക്കണ്ടിപ്പുഴയാണ്. ധർമ്മടം ദ്വീപും അതുപോലെ അഞ്ചരക്കണ്ടിപ്പുഴയും എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? അത് കണ്ണൂർ ജില്ലയുടെ ഭാഗമാണ്. പഠിച്ചോളനെ. ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി എന്ന് ചോദിച്ചാൽ അത് അഞ്ചരക്കണ്ടിപ്പുഴയാണ്. അഞ്ചരക്കണ്ടിപ്പുഴ ഒഴുകുന്ന ജില്ല ചോദിച്ചാലും ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചാലും ഏതാണത്? കണ്ണൂർ ജില്ലയാണ്. കേരളത്തിന്റെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റിയാടിപ്പുഴ. ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിന്റെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് ആരാ? കുറ്റിയാടിപ്പുഴയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കേരളത്തിന്റെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി മയ്യഴിപ്പുഴ. മയ്യഴിപ്പുഴയുടെ മറ്റൊരു പേരാണ് മാഹിപ്പുഴ. തിരുനെല്ലി ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? പാപനാശിനി പുഴയുടെ തീരത്താണ്. കാസർഗോഡ് ജില്ലയെ യു ആകൃതിയിൽ ചുറ്റിയൊഴുകുന്ന നദിയാണ് ചന്ദ്രഗിരിപ്പുഴ. പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി കല്ലടയാറാണ്. ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി അഞ്ചരക്കണ്ടിപ്പുഴയാണ്. ധർമ്മടം ദ്വീപും അഞ്ചരക്കണ്ടിപ്പുഴയും ഒഴുകുന്ന ജില്ല എന്ന് ചോദിച്ചാൽ അത് കണ്ണൂർ ജില്ലയാണ്. കേരളത്തിന്റെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റിയാടിപ്പുഴയാണ്. പഠിക്കുക. അരുന്ധതി റോയുടെ ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി മീനച്ചിലാറ്. അരുന്ധതി റോയുടെ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി ഏതാണ്? മീനച്ചിലാറാണ്. അറബിക്കടലിൽ പതിക്കുന്ന ഏറ്റവും ചെറിയ നദി രാമപുരം പുഴ. അറബിക്കടലിൽ പതിക്കുന്ന ഏറ്റവും ചെറിയ നദി എന്നറിയപ്പെടുന്നത് രാമപുരം പുഴയാണ്. രാമപുരം പുഴയുടെ നീളം എത്രയാ സുഹൃത്തുക്കളെ? 19 കിലോമീറ്റർ ആണ്. പഠിച്ചോളനെ. അറബിക്കടലിൽ പതിക്കുന്ന ഏറ്റവും ചെറിയ നദി എന്നറിയപ്പെടുന്നത് ഏതാ? അത് രാമപുരം പുഴയാണ്. രാമപുരം പുഴയുടെ നീളം എത്രയാ? 19 കിലോമീറ്റർ ആണ്. ഇവിടെ നിന്നും സുഹൃത്തുക്കൾക്ക് ഒരു ചോദ്യം. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും ചെറിയ നദി എന്നറിയപ്പെടുന്നത് ഏതെന്നൊന്ന് അറിയാവുന്ന സുഹൃത്തുക്കൾ കമന്റ് ചെയ്യുക. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും ചെറിയ നദി എന്ന് അറിയുന്ന സുഹൃത്തുക്കൾ ഒന്ന് കമന്റ് ചെയ്യുക. തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ചാലിപ്പുഴ. മറക്കല്ലേ. തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? അത് ചാലിപ്പുഴയാണ്. കർണാടകത്തിൽ ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന നദി എന്ന് ചോദിച്ചാൽ അത് വളപട്ടണം പുഴയാണ്. പഠിച്ചോളനെ. കർണാടകത്തിൽ ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന നദി എന്ന് ചോദിച്ചാൽ അത് വളപട്ടണം പുഴയാണ്. വില്യം ലോഗന്റെ മലബാർ മാനുവലിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി കോരപ്പുഴ. വില്യം ലോഗന്റെ മലബാർ മാനുവലിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി ഏതാണ്? അത് കോരപ്പുഴയാണ്. കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ബാവലിപ്പുഴ. ഇമ്പോർട്ടന്റ് ആണ്. കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി അല്ലെങ്കിൽ പുഴ എന്ന് ചോദിച്ചാൽ അത് ബാവലിപ്പുഴയാണ്. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന പുഴ ചീങ്കണ്ണിപ്പുഴ. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന പുഴ ഏതാണ്? ചീങ്കണ്ണിപ്പുഴയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. അരുന്ധതി റോയുടെ ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി മീനച്ചിലാറാണ്. അറബിക്കടലിൽ പതിക്കുന്ന ഏറ്റവും ചെറിയ നദി എന്ന് ചോദിച്ചാൽ അത് രാമപുരം പുഴയാണ്. രാമപുരം പുഴയുടെ നീളം എന്ന് പറയുന്നത് 19 കിലോമീറ്റർ ആണ്. ഇവിടെ നിന്ന് സുഹൃത്തുക്കൾക്കുള്ള ചോദ്യം എന്തായിരുന്നു? കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും ചെറിയ നദി എന്നറിയപ്പെടുന്നത് ഏതാണ്? അറിയാവുന്ന സുഹൃത്തുക്കള് കമന്റ് ചെയ്യുക. തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി എന്ന് ചോദിച്ചാൽ അത് ചാലിപ്പുഴയാണ്. കർണാടകത്തിൽ ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന നദി എന്ന് ചോദിച്ചാൽ അത് വളപട്ടണം പുഴയാണ്. വില്യം ലോഗന്റെ മലബാർ മാനുവലിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി കോരപ്പുഴയാണ്. കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ബാവലി നദിയാണ് അല്ലെങ്കിൽ ബാവലിപ്പുഴയാണ്. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ചീങ്കണ്ണിപ്പുഴയാണ്. ഏതാണ്? ചീങ്കണ്ണിപ്പുഴയാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് നദികളും അവരുടെ പോഷക നദികളുമാണ്. PSC ചോദിച്ചിട്ടുള്ള നദികളും അവരുടെ പോഷക നദികളും മാത്രമേ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. പെരിയാർ. പെരിയാറിന്റെ പോഷക നദികളാണ് ചെറുതോണിയാർ, കട്ടപ്പനയാർ, മുല്ലയാർ, മുതിരൻപുഴ, പെരുന്തുറയാറ്, മണിമലയാറ്. ഇതിനകത്ത് സുഹൃത്തുക്കളെ മുല്ലയാറും മുതിരൻപുഴയും പെരുന്തുറയാറും നന്നായിട്ട് പഠിച്ചു വെക്കണം. ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ കട്ടപ്പനയാറും PSC സ്ഥിരം പ്രീവിയസ് ആയി ചോദിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ പെരിയാറിന്റെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ്? ചെറുതോണിയാറ്, കട്ടപ്പനയാറ്, മുല്ലയാറ്, മുതിരൻപുഴ, പെരുന്തുറയാറ്, മണിമലയാറ്. ഇതിൽ ഏറ്റവും കൂടുതൽ PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളത് കട്ടപ്പനയാറ്, മുല്ലയാറ്, മുതിരൻപുഴ, പെരുന്തുറയാറുമാണ്. ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികളാണ് ഗായത്രിപ്പുഴ, കണ്ണാടിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, തൂതപ്പുഴ. ഭാരതപ്പുഴയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതാണ്? ഗായത്രിപ്പുഴ, കണ്ണാടിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, തൂതപ്പുഴ. PSCയുടെ ചരിത്രത്തിൽ ഒരു നദിയുടെ മുഴുവൻ പോഷക നദികളും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭാരതപ്പുഴയുടെ മാത്രമേ ഉള്ളൂ കേട്ടോ. അത്രയും ഇമ്പോർട്ടന്റ് ആണ്. PSCയുടെ ചരിത്രത്തിൽ തന്നെ ഏതെങ്കിലും ഒരു നദിയുടെ മുഴുവൻ പോഷക നദികളും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭാരതപ്പുഴയുടെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന 4 പ്രധാനപ്പെട്ട പോഷക നദികൾ നമ്മൾ കാണാതെ പഠിക്കേണ്ടതുണ്ട്. ഭാരതപ്പുഴയുടെ പോഷക നദികൾ ഒന്നുകൂടി പറഞ്ഞുതരാൻ സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഗായത്രിപ്പുഴ, കണ്ണാടിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, തൂതപ്പുഴ എന്നിവയാണ്. കോഡൊന്നുമില്ല സുഹൃത്തുക്കളെ. ഭരത, ഗായത്രി, കണ്ണാടി വെച്ച് കൽപ്പാത്തി തൂക്കുന്നു എന്നങ്ങ് ഓർത്തു വെച്ചാൽ മതി. ഭരത എന്ന് വെച്ചാൽ ഭാരതപ്പുഴ, ഗായത്രി എന്ന് വെച്ചാൽ ഗായത്രിപ്പുഴ, കണ്ണാടി എന്ന് വെച്ചാൽ കണ്ണാടിപ്പുഴ,
കൽപ്പാത്തി എന്ന് വെച്ചാൽ കൽപ്പാത്തിപ്പുഴ, തൂക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ തൂതപ്പുഴ. കോഡൊക്കെ വെച്ചിട്ട് നമ്മൾ ഓൾറെഡി ക്ലാസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ് കണ്ടിട്ടില്ലാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. പമ്പാ നദി. പമ്പാ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദിയാണ് അച്ചൻകോവിലാറ്, അഴുത, കക്കിയാറ്, കല്ലാറ്. പമ്പാ നദിയുടെ പ്രധാന പോഷക നദികളാണ് അച്ചൻകോവിലാറ്, അഴുത, കക്കിയാറ്, കല്ലാറ്. ഇതിനകത്ത് അഴുതയും കക്കിയാറും ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. വ്യക്തമായി പഠിച്ചു വെക്കുക. പമ്പാ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ്? അച്ചൻകോവിലാർ, അഴുത, കക്കിയാറ്, കല്ലാറ്. ചാലിയാറിന്റെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് കരിമ്പുഴ, ചാലിപ്പുഴ, ഇരവഴിഞ്ഞിപ്പുഴ. ചാലിയാറിന്റെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാ? കരിമ്പുഴ, ചാലിപ്പുഴ, ഇരവഴിഞ്ഞിപ്പുഴ. ഏതാണ്? ഇരവഴിഞ്ഞിപ്പുഴ. ഇതിൽ ഇരവഴിഞ്ഞിപ്പുഴയും അതുപോലെ കരിമ്പുഴയും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. അല്പം ഇമ്പോർട്ടൻസ് കൊടുത്ത് സുഹൃത്തുക്കൾ ഈ രണ്ട് പ്രധാനപ്പെട്ട പോഷക നദികളും പഠിക്കുക. ചാലക്കുടിപ്പുഴ. ചാലക്കുടിപ്പുഴയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് കുരിയാൻകുട്ടിയാറും, കാരാപ്പാറയാറും, ഷോളയാറും. ഇതിനകത്ത് കുരിയാൻകുട്ടിയാറും കാരാപ്പാറയാറും PSC ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് പഠിച്ചു വെക്കുക. ചാലക്കുടിപ്പുഴയുടെ പ്രധാന പോഷക നദികളാണ് കുരിയാൻകുട്ടിയാറ്, കാരപ്പാറയാറ്, അതുപോലെ തന്നെ ഷോളയാറ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. പെരിയാറിന്റെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാ? ചെറുതോണിയാറ്, കട്ടപ്പനയാറ്, മുല്ലയാറ്, മുതിരൻപുഴ, പെരുന്തുറയാറ്, മണിമലയാറ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത് കട്ടപ്പനയാറ്, മുല്ലയാറ്, മുതിരൻപുഴ, പെരുന്തുറയാറ്. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് ഭാരതപ്പുഴയുടെ പോഷക നദികളാണ്. ഏതൊക്കെയാ ഭാരതപ്പുഴയുടെ പോഷക നദികള്? ഗായത്രിപ്പുഴ, കണ്ണാടിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, തൂതപ്പുഴ എന്നിവയാണ്. PSCയുടെ ചരിത്രത്തിലെ ഒരു നദിയുടെ എല്ലാ പോഷക നദികളും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭാരതപ്പുഴയുടെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. പമ്പാ നദിയുടെ പോഷക നദികളാണ് അച്ചൻകോവിലാറ്, അഴുത, കക്കിയാറ്, കല്ലാറ് എന്നിവ. ചാലക്കുടിപ്പുഴയുടെ പ്രധാന പോഷക നദികളാണ് കരിമ്പുഴ, ചാലിപ്പുഴ, ഇരവഴിഞ്ഞിപ്പുഴ. ഇതിനകത്ത് കരിമ്പുഴയും ഇരവഴിഞ്ഞിപ്പുഴയും ഓൾറെഡി PSC ചോദിച്ചു കഴിഞ്ഞു. ചാലക്കുടിപ്പുഴയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് കുരിയാൻകുട്ടിയാറ്, കാരാപ്പാറയാറ്, ഷോളയാറ്. ഇതിനകത്ത് കുരിയാൻകുട്ടിയാറും കാരാപ്പാറയാറും ഓൾറെഡി PSC ചോദിച്ചു കഴിഞ്ഞു. പഠിക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കായലുകളെ പറ്റിയിട്ടാണ്. കായലുകളുടെ ബേസിക് പോയിന്റ് ആയിട്ട് PSC 4 ചോദ്യങ്ങൾ സ്ഥിരം പ്രീവിയസ് ആയി ചോദിക്കാറുണ്ട്. ആ 4 പോയിന്റുകൾ നമുക്ക് ആദ്യം അങ്ങ് പഠിക്കാം. കേരളത്തിലെ കായലുകളുടെ എണ്ണം 34. കേരളത്തിലെ കായലുകളുടെ എണ്ണം എത്രയാണ്? 34 ആണ്. കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങളുടെ എണ്ണം 7 ആണ്. അതായത് ഈ 34 നിന്നാണ് കേട്ടോ ഈ പോകുന്നത്. കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങളുടെ എണ്ണം ചോദിച്ചാൽ അത് 7ഉം. കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകളുടെ എണ്ണം 27ആണ്. കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകളുടെ എണ്ണം എത്രയാ? 27 ആണ്. അല്ലെങ്കിൽ അറബിക്കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകളുടെ എണ്ണം ചോദിച്ചാലും ഒന്ന് തന്നെയല്ലേ സുഹൃത്തുക്കളെ? ഏതാണ്? 7 തന്നെയാണ്. കായലുകളുടെയും തടാകങ്ങളുടെയും നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം കേരളമാണ്. പഠിച്ചോളനെ. കായലുകളുടെയും തടാകങ്ങളുടെയും നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ലഗൂണുകളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം കേരളമാണ്. ലഗൂണുകളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ആരാണ്? അതും കേരളമാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കേരളത്തിലെ കായലുകളുടെ എണ്ണം 34, കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങളുടെ എണ്ണം 7, കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകളുടെ എണ്ണം 27, കായലുകളുടെയും തടാകങ്ങളുടെയും നാടെന്നറിയപ്പെടുന്ന സംസ്ഥാനം കേരളം, ലഗൂണുകളുടെ നാടെന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? അതും കേരളമാണ്. ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്നത് വേമ്പനാട് കായൽ. ഏതാണ്? വേമ്പനാട് കായൽ. വേമ്പനാട് കായലുമായി ബന്ധപ്പെട്ട ഏകദേശം 7ഓളം ചോദ്യങ്ങൾ PSC ചോദിച്ചിട്ടുണ്ട്. നമുക്കത് ഏതൊക്കെയെന്ന് നോക്കാം. കേരളത്തിലെ ഏറ്റവും വലുതും നീളമേറിയതുമായ കായൽ വേമ്പനാട് കായൽ. ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിലെ ഏറ്റവും വലുതും നീളമേറിയതുമായ കായൽ എന്ന് ചോദിച്ചാൽ അത് വേമ്പനാട് കായലാണ്. വേമ്പനാട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ ചോദിച്ചാൽ എറണാകുളം, കോട്ടയം, ആലപ്പുഴ ജില്ലകൾ. വേമ്പനാട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ ഏതൊക്കെയാ? എറണാകുളം, കോട്ടയം, ആലപ്പുഴ ജില്ലകളാണ്. പുന്നമടക്കായൽ, കൊച്ചി കായൽ, വീരൻപുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കായൽ വേമ്പനാട് കായൽ. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം പ്രീവിയസ് ആണ്. പഠിച്ചോളനെ. പുന്നമടക്കായൽ എന്നും കൊച്ചി കായൽ എന്നും വീരൻപുഴ എന്ന പേരിലും അറിയപ്പെടുന്ന കായൽ ഏതാണ്? അത് വേമ്പനാട് കായലാണ്. പാതിരാമണൽ, വെല്ലിംഗ്ടൺ, വൈപ്പിൻ, കടമക്കുടി എന്നീ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട് കായലിലാണ്. പാതിരാമണൽ, വെല്ലിംഗ്ടൺ ഐലൻഡ്, അതുപോലെ വൈപ്പിൻ, കടമക്കുടി എന്നീ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് വേമ്പനാട് കായലിലാണ്. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത് വേമ്പനാട് കായലിന് കുറുകെ. പഠിച്ചോളനെ. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത് വേമ്പനാട് കായലിന് കുറുകെയാണ്. കൈതപ്പുഴക്കായൽ ഏതു കായലിന്റെ ഭാഗമാണെന്ന് ചോദിച്ചാൽ അത് വേമ്പനാട് കായലിന്റെ ഭാഗമാണ്. ഏകദേശം 3ഓളം ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്തതാണ് സുഹൃത്തുക്കളെ. പഠിച്ചോളനെ. കൈതപ്പുഴക്കായൽ ഏത് കായലിന്റെ ഭാഗമാണെന്ന് ചോദിച്ചാൽ അത്
വേമ്പനാട് കായലിന്റെ ഭാഗമാണ്. തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിച്ചിരിക്കുന്നത് വേമ്പനാട് കായലിലാണ്. തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിച്ചിരിക്കുന്നത് വേമ്പനാട് കായലിലാണ്. തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിച്ച വർഷം എത്രയാ സുഹൃത്തുക്കളെ? 1955 തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിച്ചിരിക്കുന്ന വർഷം ഏതാണ്? 1955 അതുകൂടെ ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. വേമ്പനാട് കായലിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കേരളത്തിലെ ഏറ്റവും വലുതും നീളമേറിയതുമായ കായൽ വേമ്പനാട് കായൽ. വേമ്പനാട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ ചോദിച്ചാൽ എറണാകുളം, കോട്ടയം, ആലപ്പുഴ ജില്ല. ഇതിനകത്ത് സുഹൃത്തുക്കളെ കോട്ടയം ജില്ല അണ്ടർലൈൻ ചെയ്ത് പഠിച്ചോളണം, തെറ്റിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് വേമ്പനാട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ ചോദിച്ചാൽ എറണാകുളം, കോട്ടയം, ആലപ്പുഴ ജില്ല. പുന്നമുട കായൽ, കൊച്ചി കായൽ, വീരൻപുഴ എന്ന പേരിൽ അറിയപ്പെടുന്ന കായല് വേമ്പനാട് കായലാണ്. പാതിരാമണൽ, വെല്ലിംഗ്ടൺ ഐലൻഡ്, വൈപ്പിൻ, കടമക്കുടി എന്നീ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട് കായലിലാണ്. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത് വേമ്പനാട് കായലിന് കുറുകെയാണ്. കൈതപ്പുഴ കായൽ ഏതു കായലിന്റെ ഭാഗമാണെന്ന് ചോദിച്ചാൽ അത് വേമ്പനാട് കായലിന്റേതാണ്. അതുപോലെ തന്നെ തോട്ടപ്പള്ളി സ്പിൽവേ 1955 നിർമ്മിക്കപ്പെട്ടത് വേമ്പനാട് കായലിലാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് നോക്കാനുള്ളതാണ് അഷ്ടമുടിക്കായൽ. ഏതാണ്? അഷ്ടമുടിക്കായൽ. അഷ്ടമുടിക്കായലുമായി ബന്ധപ്പെട്ട ഏകദേശം 7ഓളം ചോദ്യങ്ങൾ PSC പ്രീവിയസ് ആയി ചോദിക്കാറുണ്ട്. നമുക്ക് നോക്കാം. കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് അഷ്ടമുടിക്കായലാണ്. ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ ദ ഗേറ്റ് വേ ഓഫ് ബാക്ക് വാട്ടേഴ്സ് ഇൻ കേരള എന്നൊക്കെ അറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് അഷ്ടമുടിക്കായലാണ്. കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് ആരാ? അഷ്ടമുടിക്കായലാണ്. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കായൽ എന്നറിയപ്പെടുന്നത് അഷ്ടമുടിക്കായൽ. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കായൽ എന്നറിയപ്പെടുന്നത് ആരാണ്? അഷ്ടമുടിക്കായലാണ്. അഷ്ടമുടിക്കായലും അറബിക്കടലും കൂടിച്ചേരുന്നത് നീണ്ടകര അടിയിൽ വെച്ചിട്ട്. അഷ്ടമുടിക്കായലും അറബിക്കടലും കൂടിച്ചേരുന്നത് എവിടെ വെച്ചാ? നീണ്ടകര അടിയിൽ വെച്ചാണ്. മൺട്രോ തുരുത്ത് സ്ഥിതി ചെയ്യുന്ന കായൽ അഷ്ടമുടിക്കായൽ. പഠിച്ചോളനെ, മൺട്രോ തുരുത്ത് സ്ഥിതി ചെയ്യുന്ന കായൽ ഏതാ? അഷ്ടമുടിക്കായലാണ്. അഷ്ടമുടിക്കായൽ റംസാർ പട്ടികയിൽ ഇടം നേടിയ വർഷം 2002. അഷ്ടമുടിക്കായൽ റംസാർ പട്ടികയിൽ ഇടം നേടിയ വർഷം ഏതാ? 2002. പ്രസിഡന്റ് ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ അഷ്ടമുടിക്കായൽ. പ്രസിഡന്റ് ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാ? അഷ്ടമുടിക്കായലാണ്. 1988 ജൂലൈ മാസം 8-ാം തീയതി പെരുമൺ തീവണ്ടി അപകടം നടന്നത് അഷ്ടമുടിക്കായലിലാണ്. പഠിച്ചോളനെ, വർഷം ഇമ്പോർട്ടന്റ് ആണ്. 1988 ജൂലൈ മാസം 8-ാം തീയതി പെരുമൺ തീവണ്ടി ദുരന്തം അല്ലെങ്കിൽ അപകടം നടന്നത് ഏത് കായലിൽ വെച്ചാണെന്ന് ചോദിച്ചാൽ അത് അഷ്ടമുടിക്കായലിൽ വെച്ചാണ്. പനയോലയുടെയും നീരാളിയുടെയും ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ എന്നറിയപ്പെടുന്നത് അഷ്ടമുടിക്കായലാണ്. പഠിച്ചോളനെ, പനയോലയുടെയും നീരാളിയുടെയും ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ എന്ന് ചോദിച്ചാൽ അത് അഷ്ടമുടിക്കായലാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നതെന്ന് ചോദിച്ചാൽ അഷ്ടമുടിക്കായലാണ്. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കായൽ എന്ന് ചോദിച്ചാൽ അഷ്ടമുടിക്കായലാണ്. അഷ്ടമുടിക്കായലും അറബിക്കടലും കൂടിച്ചേരുന്നത് നീണ്ടകര അടിയിൽ വെച്ചിട്ട്. മൺട്രോ തുരുത്ത് സ്ഥിതി ചെയ്യുന്ന കായൽ അഷ്ടമുടിക്കായൽ. അഷ്ടമുടിക്കായൽ റംസാർ പട്ടികയിൽ ഇടം നേടിയ വർഷം 2002. പ്രസിഡന്റ് ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ അഷ്ടമുടിക്കായൽ. 1988 ജൂലൈ 8-ന് പെരുമൺ തീവണ്ടി അപകടം നടന്നത് ഏതു കായലിൽ വെച്ചാണെന്ന് ചോദിച്ചാൽ അത് അഷ്ടമുടിക്കായലിൽ വെച്ചാണ്. പനയോലയുടെ ആകൃതി അല്ലെങ്കിൽ നീരാളിയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ എന്ന് ചോദിച്ചാൽ അത് അഷ്ടമുടിക്കായലാണ്. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടതാണ് ശാസ്താംകോട്ടക്കായൽ. ശാസ്താംകോട്ടക്കായലുമായി ബന്ധപ്പെട്ട് PSC 4ഓളം ചോദ്യങ്ങൾ പ്രീവിയസ് ആയി ചോദിക്കാറുണ്ട്. ആ 4 നമുക്ക് പഠിച്ചു വെക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ടക്കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്നറിയപ്പെടുന്നത് ശാസ്താംകോട്ടക്കായലാണ്. ശാസ്താംകോട്ടക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ജില്ല. ഇപ്പൊ അങ്ങോട്ട് PSC ചോദിച്ചതേ ഉള്ളൂ. ശാസ്താംകോട്ടക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല എന്ന് ചോദിച്ചാൽ അത് കൊല്ലം ജില്ലയാണ്. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന കായൽ ശാസ്താംകോട്ടക്കായൽ. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന കായൽ ഏതാണ്? അത് ശാസ്താംകോട്ടക്കായലാണ്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ F ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ ശാസ്താംകോട്ടക്കായൽ. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ F ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ എന്ന് ചോദിച്ചാൽ അത് ശാസ്താംകോട്ടക്കായലാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ശാസ്താംകോട്ടക്കായലിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്നറിയപ്പെടുന്നത് ശാസ്താംകോട്ടക്കായലാണ്. ശാസ്താംകോട്ടക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ജില്ല. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന കായൽ ശാസ്താംകോട്ടക്കായൽ. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ F ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ ശാസ്താംകോട്ടക്കായൽ. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കേണ്ട കായലാണ് ഉപ്പളക്കായൽ. ഏതാണ്? ഉപ്പളക്കായലുമായി ബന്ധപ്പെട്ട് PSC ഏകദേശം 3ഓളം ചോദ്യങ്ങൾ പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. അവ 3 നമുക്ക് പഠിക്കേണ്ടതുണ്ട്.
കേരളത്തിലെ ഏറ്റവും ചെറിയ കായൽ എന്നറിയപ്പെടുന്നത് ഉപ്പളക്കായൽ. കേരളത്തിലെ ഏറ്റവും ചെറിയ കായൽ എന്നറിയപ്പെടുന്നത് ഉപ്പളക്കായൽ. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കായൽ എന്നറിയപ്പെടുന്നത് ഉപ്പളക്കായൽ. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കായൽ എന്നറിയപ്പെടുന്നത് ഉപ്പളക്കായലാണ്. ഉപ്പളക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല കാസർഗോഡ് ജില്ല. ഉപ്പളക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കാസർഗോഡ് ജില്ലയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഉപ്പളക്കായലിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കേരളത്തിലെ ഏറ്റവും ചെറിയ കായൽ എന്നറിയപ്പെടുന്നത് ഉപ്പളക്കായൽ. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കായൽ എന്നറിയപ്പെടുന്നത് ഉപ്പളക്കായൽ. ഉപ്പളക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല കാസർഗോഡ് ജില്ല. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് പൂക്കോട് തടാകം. പൂക്കോട് തടാകവുമായി ബന്ധപ്പെട്ട് 5 ചോദ്യങ്ങൾ PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. ആ 5 ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാം സുഹൃത്തുക്കളെ. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട് ജില്ല. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? വയനാട് ജില്ലയാണ്. പൂക്കോട് തടാകത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി പനമരം പുഴ. പഠിച്ചോളനെ. പൂക്കോട് തടാകത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? പനമരം പുഴയാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകം പൂക്കോട് തടാകം. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്, സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകം ചോദിച്ചാൽ അത് പൂക്കോട് തടാകമാണ്. ഇന്ത്യൻ ഭൂപടത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന തടാകം പൂക്കോട് തടാകം. ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളേ. ഇന്ത്യൻ ഭൂപടത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന തടാകം ഏതാണ്? പൂക്കോട് തടാകമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം എന്നറിയപ്പെടുന്നത് പൂക്കോട് തടാകം. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം എന്നറിയപ്പെടുന്നത് ഏതാ? അത് പൂക്കോട് തടാകമാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. പൂക്കോട് തടാകത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട് ജില്ല. പൂക്കോട് തടാകത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി എന്നറിയപ്പെടുന്നത് പനമരം പുഴയാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകം പൂക്കോട് തടാകം. ഇന്ത്യൻ ഭൂപടത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന തടാകം പൂക്കോട് തടാകം. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം എന്നറിയപ്പെടുന്നത് പൂക്കോട് തടാകമാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടതാണ് മാനാഞ്ചിറ തടാകം. മാനാഞ്ചിറ തടാകവുമായി ബന്ധപ്പെട്ട 2 പോയിന്റ്സ് ആണ് PSC സ്ഥിരം ചോദിക്കുന്നത്. ആ 2 പോയിന്റ്സ് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. മാനാഞ്ചിറ തടാകം. കേരളത്തിലെ ആദ്യത്തെ മനുഷ്യനിർമ്മിത തടാകം മാനാഞ്ചിറ തടാകം. കേരളത്തിലെ ആദ്യത്തെ മനുഷ്യനിർമ്മിത തടാകം മാനാഞ്ചിറ തടാകം. മാനാഞ്ചിറ തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട് ജില്ല. മാനാഞ്ചിറ തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാ? കോഴിക്കോട് ജില്ലയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. മാനാഞ്ചിറ തടാകത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. കേരളത്തിലെ ആദ്യത്തെ മനുഷ്യനിർമ്മിത തടാകം എന്നറിയപ്പെടുന്നത് മാനാഞ്ചിറ തടാകം. മാനാഞ്ചിറ തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട് ജില്ല. അടുത്തതാണ് വെള്ളായണിക്കായൽ. വെള്ളായണിക്കായലുമായി ബന്ധപ്പെട്ട 3 ചോദ്യങ്ങൾ PSC പ്രീവിയസ് ആയി പറയുന്നുണ്ട്. നമുക്കത് പഠിക്കാം. വെള്ളായണിക്കായൽ. കേരളത്തിലെ തെക്കേ അറ്റത്ത് കാണപ്പെടുന്ന ശുദ്ധജല തടാകം വെള്ളായണിക്കായൽ. കേരളത്തിന്റെ തെക്കേ അറ്റത്ത് കാണപ്പെടുന്ന ശുദ്ധജല തടാകം ഏതാ? വെള്ളായണിക്കായലാണ്. കേരളത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം വെള്ളായണിക്കായൽ. കേരളത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്നറിയപ്പെടുന്നത് വെള്ളായണിക്കായലാണ്. വെള്ളായണിക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം ജില്ല. വെള്ളായണിക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? അത് തിരുവനന്തപുരം ജില്ലയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. വെള്ളായണിക്കായലിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കേരളത്തിൽ തെക്കേ അറ്റത്ത് കാണപ്പെടുന്ന ശുദ്ധജല തടാകം ഏതാണ്? വെള്ളായണിക്കായലാണ്. കേരളത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം വെള്ളായണിക്കായലാണ്. വെള്ളായണിക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം ജില്ല. ഇനി നമുക്ക് നോക്കാനുള്ളത് കായലുകളുമായി ബന്ധപ്പെട്ട മറ്റു വസ്തുതകളാണ്. കേരളത്തിൽ ഏറ്റവും തെക്കേ അറ്റത്തായി കാണപ്പെടുന്ന കായൽ വേളിക്കായൽ. കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തായി കാണപ്പെടുന്ന കായൽ ഏതാണ്? വേളിക്കായലാണ്. വേളിക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം ജില്ല. വേളിക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരം ജില്ല. മൂരിയാട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശൂർ ജില്ല. പഠിച്ചോളനെ. മൂരിയാട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തൃശൂർ ജില്ലയാണ്. ഇപ്പൊ PSC ചോദിക്കാറുണ്ട്. റംസാർ പട്ടികയിൽ ഇടം നേടിയ കായലുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അഷ്ടമുടി കായൽ, വേമ്പനാട് കായൽ, ശാസ്താംകോട്ട കായൽ. പഠിച്ചോളനെ. റംസാർ പട്ടികയിൽ ഇടം നേടിയ കായലുകൾ ഏതൊക്കെയാണ്? അഷ്ടമുടി കായൽ, വേമ്പനാട് കായൽ, ശാസ്താംകോട്ട കായൽ. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തായി കാണപ്പെടുന്ന കായൽ വേളിക്കായൽ. വേളിക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം ജില്ല. മൂരിയാട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശൂർ ജില്ല. റംസാർ പട്ടികയിൽ ഇടം നേടിയ കായലുകൾ ഏതൊക്കെയാണ്? അഷ്ടമുടി കായൽ, വേമ്പനാട് കായൽ, അതുപോലെ ശാസ്താംകോട്ട കായൽ. പഠിക്കും. ഇനി നമുക്ക് നോക്കാനുള്ളത് കായലുകളും അത് സ്ഥിതി ചെയ്യുന്ന ജില്ലകളുമാണ്. PSC പ്രീവിയസ് ആയി ചോദിച്ച കായലുകൾ മാത്രമേ നമ്മൾ ഇവിടെ പറയുന്നുള്ളൂ. അതുകൊണ്ട് ശ്രദ്ധിച്ചു പഠിക്കുക. കായലുകളും സ്ഥിതി ചെയ്യുന്ന ജില്ലകളും. മാനാഞ്ചിറ കായൽ കോഴിക്കോട് ജില്ല. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മാനാഞ്ചിറ കായൽ കോഴിക്കോട് ജില്ല. ആക്കുളം കായൽ, അഞ്ചുതെങ്ങ് കായൽ, തിരുവനന്തപുരം ജില്ല. ആക്കുളം കായൽ, അഞ്ചുതെങ്ങ് കായൽ, തിരുവനന്തപുരം ജില്ല. BM കായൽ, മലപ്പുറം ജില്ല. BM കായല്, മലപ്പുറം ജില്ല. പരവൂർ കായൽ, കൊല്ലം ജില്ല. പരവൂർ കായല്, കൊല്ലം ജില്ല. പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. കായലുകളും സ്ഥിതി ചെയ്യുന്ന ജില്ലകളും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. മാനാഞ്ചിറ കായൽ കോഴിക്കോട് ജില്ല.
ആക്കുളം കായൽ, അഞ്ചുതെങ്ങ് കായൽ തിരുവനന്തപുരം ജില്ല, BM കായൽ മലപ്പുറം ജില്ല, പരവൂർ കായൽ കൊല്ലം ജില്ലയാണ് പഠിക്കുക. അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് വള്ളം കളികളും കായലുകളും. വള്ളം കളികളും കായലുകളും. നെഹ്റു ട്രോഫി വള്ളം കളി പുന്നമട കായല്. പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. നെഹ്റു ട്രോഫി വള്ളം കളി പുന്നമട കായലാണ്. പ്രസിഡന്റ് ട്രോഫി വള്ളം കളി അഷ്ടമുടി കായൽ. പ്രസിഡന്റ് ട്രോഫി വള്ളം കളി അഷ്ടമുടി കായല്. അയ്യങ്കാളി ട്രോഫി വള്ളം കളി വെള്ളായണി കായല്. അയ്യങ്കാളി ട്രോഫി വള്ളം കളി എവിടെയാണ്? വെള്ളായണി കായലാണ്. ശ്രീനാരായണ ട്രോഫി വള്ളംകളി കന്നേറ്റിക്കായൽ. ശ്രീനാരായണ ട്രോഫി വള്ളംകളി കന്നേറ്റിക്കായൽ. ഈ പറഞ്ഞിരിക്കുന്ന 4 വള്ളംകളികളും PSC സ്ഥിരം പ്രീവിയസ് ആയി ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കൾ പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. വള്ളംകളികളും കായലുമാണ് നമ്മൾ പറഞ്ഞത്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമട കായൽ. പ്രസിഡന്റ് ട്രോഫി വള്ളംകളി നടക്കുന്നത് അഷ്ടമുടി കായൽ. അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്നത് വെള്ളായണി കായൽ. ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത് കന്നേറ്റിക്കായലാണ് പഠിക്കുക. ഇത്രയുമായിരുന്നു നമ്മുടെ കേരള PSC കേരള ഭൂമിശാസ്ത്ര മേഖലയിൽ നിന്നും ആവർത്തിക്കുന്ന ചോദ്യം. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, 2014 മുതൽ 2024 വരെയുള്ള ചോദ്യങ്ങൾ വിശകലനം ചെയ്താണ് നമ്മളിവിടെ ഈ ക്ലാസ്സുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കൾ ഈ ഭാഗങ്ങൾ വ്യക്തമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഇത്രയും നേരം ഈ വീഡിയോ സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.